ഡൽഹിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറി. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 അരങ്ങുണരുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടി ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന കലാവിരുന്നുമുണ്ടാകും. ജയറാമും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളവും പരിപാടിക്ക് മാറ്റുകൂട്ടും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഡൽഹിയിൽ അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ജനം TV സംഘടിപ്പിക്കുന്ന ജലോത്സവം 2026 അരങ്ങുണരുന്നു എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ, കൊടിയേറുന്ന ദൃശ്യങ്ങളും. സാധാരണ മാസ്റ്റർ MP കൊടിയേറ്റുന്ന കർമ്മം നിർവഹിച്ചു. ഇനിയുള്ള പരിപാടികൾ എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? നന്ദൻ. അമൽ, ഡൽഹിയിൽ കലാവിരുന്നിന് കൊടിയേറി സദാനന്ദൻ മാഷ് രാജ്യസഭാംഗം, അദ്ദേഹമാണ് ഈ കൊടിക്കൂറ ഉയർത്തിയത്. ശേഷം ഓരോ പരിപാടികളായി ഓരോരോ സ്റ്റേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 3 സ്റ്റേജുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന വേദി കൂടാതെ ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു വേദി, അങ്ങനെ 2 വേദികളായി ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ രണ്ടാമത്തെ വേദിയിൽ ഇപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചമയങ്ങളുടെ പ്രദർശനവും അതുമായി ബന്ധപ്പെട്ട ഒരു ഡെമോൺസ്ട്രേഷനുമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെറുതായി നമുക്ക് അതിലേക്ക്, ഈ പരിപാടിയിലേക്ക് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് വട്ടെഴുത്ത് രീതി എന്ന് പറയും. ആ രീതിയുമായി ഏകദേശം സിമിലർ ആണ് വെള്ളത്താടിയുടെ മുഖത്തെഴുത്ത് രീതികളും ചുട്ടി ഒക്കെ വരുന്നത്. ഇത് നമ്മൾ കരി എന്ന് പറയുന്ന അല്ലെങ്കിൽ കാട്ടാളൻ എന്ന് പറയുന്ന വിഭാഗമാണ്. സാധാരണ നമ്മൾ കരിവേഷങ്ങൾ എന്ന് പറയുന്നത് ക്രൂര സ്വഭാവമുള്ള രാക്ഷസ സ്ത്രീ കഥാപാത്രങ്ങളാണ്. കാട്ടാളൻ എന്ന് പറയുന്നത് നോർമലി കാട്ടിൽ താമസിക്കുന്ന അപരിഷ്കൃതരായിട്ടുള്ള വിഭാഗത്തെയാണ് കാട്ടാളൻ എന്ന് പറയുന്നത്. അവനിപ്പോൾ നടക്കുന്നത് ഈ കഥകളിയുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതായത് കഥകളിയിൽ എങ്ങനെയാണ്, എത്ര കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രങ്ങളുടെ എങ്ങനെയാണ് അവരുടെ അലങ്കാരങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ചുട്ടി എങ്ങനെയാണ് ഇടുന്നത്, ഇതൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അവബോധരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കഥകളിയുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത വേദിയിലേക്ക് പോയാൽ അവിടെ കളമെഴുത്തും പാട്ടുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. ഇങ്ങനെ കളമെഴുത്തും പാട്ടും, അതേപോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ഓട്ടം തുള്ളൽ, അതേപോലെ തന്നെ തെയ്യമടക്കം എല്ലാ കേരളത്തിൻ്റെതായിട്ടുള്ള സാംസ്കാരിക പൈതൃക കലകളും സമ്മേളിക്കുകയാണ് ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ് പ്രത്യേകത. ഈ കളമെഴുത്തും പാട്ടിലേക്കും പോകാം. അതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കളമെഴുത്തും പാട്ടും ഈ 3-ാം നമ്പർ സ്റ്റേജിൽ അരങ്ങേറുന്നു. അങ്ങനെ 3 സ്റ്റേജുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കളമെഴുത്തും പാട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ചേച്ചി, എന്താണ് ഈ കളമെഴുത്തും പാട്ടും എന്നുള്ളത്? എന്താണ്? ഞങ്ങൾ സർപ്പം പാട്ടെന്നാണ് പറയുന്നത്. കളമെഴുത്തും പാട്ടും എന്ന് പറയുന്നത് ഈ പുള്ളവൻ പാടുന്ന പാട്ടിനെ പുള്ളവൻ പാട്ടെന്ന് പറയും. കളമെഴുത്തും പാട്ടും, കളമിട്ട് സർപ്പങ്ങളുടെ കളമിട്ട് പൂജ നടത്തി പാടുന്നതിനും സർപ്പം പാട്ടെന്നും പറയും. ഇതാണ്. നാട്ടിൽ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി. എത്ര കലാകാരന്മാർ? ഞങ്ങളിപ്പോൾ 5 പേര്. 5 പേര് ചേർന്നാണ് ഈ കലാവിരുന്ന് ഇവിടെ ഒരുക്കുന്നത്. ഡൽഹിയിൽ ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട്. ഒരു 3 വട്ടം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഫസ്റ്റിലേ വന്നിരിക്കുന്നത് ഈ കളമെഴുത്തും പാട്ടുമായിട്ടേ വന്നിട്ടുള്ളൂ. നേരത്തെ പാട്ട് മാത്രമായിട്ട് ഒരു 4 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു അപ്പൂപ്പനുണ്ട്. ചരിത്രമാണ്, അതായത് ചരിത്രം കുറിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ. കലാവിരുന്ന് ഒരു കലയല്ല, കലകളുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കലാകാരന്മാരുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ എത്തുന്നു, ശോഭന എത്തുന്നു. അതുകൂടാതെ ജയറാമിൻ്റെ പഞ്ചാരിമേളമുണ്ട്. ഈ ജയറാമിൻ്റെ പഞ്ചാരിമേളം അടക്കം കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെ നിരവധി ആൾക്കാർ ഇതിനോടകം തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ജനസഞ്ചയം തന്നെ, ഉച്ച കഴിയുമ്പോഴേക്കും വലിയൊരു ജനസഞ്ചയം തന്നെയായിരിക്കും ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുക. നാളെ വിവിധ പരിപാടികൾ, അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാവിരുന്നാണ് പ്രധാനമായും ടാൽക്കട്ടോറയിൽ ജനം TV സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ദിവസവും പ്രധാനപ്പെട്ട, നാളെ KS ചിത്രയുടെ ഗാനമേളയുണ്ട്, അതേപോലെ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തമുണ്ട്, ഒപ്പം തന്നെ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരൊക്കെ തന്നെ ഈ വേദിയിലേക്ക് ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവത്തിലേക്ക് എത്തുകയാണ്. കലയുടെ
മഹാകുംഭം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ കലയുടെ വലിയൊരു വിരുന്ന്, വലിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ കലയുടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറുന്നു. ഈ കലാരൂപങ്ങളൊക്കെ ഓരോ ജില്ലയുടെയും പൈതൃകമായി കാണപ്പെടുന്ന കലകളൊക്കെ തന്നെ ഇവിടെ എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല വരും തലമുറയിലേക്ക് ഇത് പകർന്നു നൽകുക എന്നുള്ള സതുദ്ദേശമുണ്ട്. നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജ്യസഭാ അംഗം സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. അതായത് കട്ടിംഗ് സൗത്ത് ഈ നമ്മുടെ ദക്ഷിണ ഭാരതത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു ബാഹ്യശക്തി പ്രവർത്തിക്കുമ്പോൾ കട്ടിംഗ് സൗത്ത് അല്ല ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് കേരളം എന്നുള്ളത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കേരളത്തിൻ്റെ പാരമ്പര്യ കലകളുമൊക്കെ തന്നെ അത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്. ഈ കലാവിരുന്നിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവലും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. കുടുംബശ്രീയാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഓരോ ജില്ലയുടെയും വിഭവങ്ങൾ പ്രത്യേകമായി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഡൽഹിയിൽ ലഭിക്കാത്ത കേരളത്തിൻ്റേതായിട്ടുള്ള തനത് വിഭവങ്ങളൊക്കെ തന്നെ ലഭിക്കുവാൻ വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിൽ ഈ ഷവർമ, അൽഫാം അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും ഡൽഹിയിൽ അത്ര അവൈലബിൾ അല്ല. അതെല്ലാം ഇവിടെ ഈ ജനം സംഘടിപ്പിക്കുന്ന ഈ ജനോത്സവത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ വിവിധ ബുക്ക് സ്റ്റാളുകൾ ഇത് ഒരു കലാവിരുന്നതിനപ്പുറം ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. സാംസ്കാരിക നായകന്മാർ വരുന്നു, വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, കുട്ടികളെ അടക്കം ആ വിഷയത്തിൽ അവബോധനരാക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബുക്ക് സ്റ്റാളുകൾ നിരവധി ബുക്ക് സ്റ്റാളുകളുണ്ട്. ഏതൊക്കെ പബ്ലിഷേഴ്സിൻ്റെ ബുക്സാണ് ഉള്ളത്? ഇപ്പോൾ ഉള്ളത് ഇൻഡസ്കോൾസ് പ്രസിൻ്റെയാണ്. ഇൻഡസ്കോൾസ് പ്രസിൻ്റെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുരുക്ഷേത്ര പബ്ലിക്കേഷൻ, നാട്ടിൽ നിന്ന് മലയാളത്തിൻ്റെ പലതരം വിവിധ പബ്ലിഷേഴ്സിൻ്റെ പുസ്തകം ഇപ്പം താൽക്കാലികമാണ്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു പ്രതികരണം? എങ്ങനെയുണ്ട്? തീർച്ചയായും വളരെ നല്ല പ്രതികരണമാണ്. ഇപ്പോൾ എല്ലാവരും പുസ്തകങ്ങൾ പലതും നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നു വൈകുന്നേരത്തോളം. അതാണ് ഇവിടെ വരുന്നവർക്ക് ഈ കലാവിരുന്ന് ആസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ, കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകുവാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ ആഹാരങ്ങൾ, വിവിധ രുചികൾ ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള അവസരമുണ്ട്. അങ്ങനെ ഇവിടെ രാവിലെ 10 മണിക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് വൈകുന്നേരം 10 മണി വരെ പൂർണ്ണമായും ഇതിൽ മുഴുകി നിൽക്കുവാൻ വേണ്ടി ഈ ജനോത്സവ വേദിയിൽ ഈ കലയുടെ കുംഭത്തിൽ നിന്നുകൊണ്ട് ആ കുംഭത്തിൽ നിന്നും എത്തുന്ന അമൃത് നുകരുവാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചരിത്രമാണിപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഒരു TV ചാനലിലും കഴിയാത്ത ചരിത്രമാണിപ്പോൾ ജനം TV ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യ തലസ്ഥാനത്ത് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പെങ്ങും ഇത്തരത്തിൽ കലയുടെ ഒരു സമ്മേളനം, ഇത്ര ബൃഹത്തായ ഒരു പരിപാടി ചരിത്രത്തിലില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതി വെക്കേണ്ട മുഹൂർത്തമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് ജനസഞ്ചയം ഒഴുകിയെത്താനിരിക്കുന്നു. മോഹൻലാൽ എത്തുന്നു. മോഹൻലാലിനെ കാണാൻ ഡൽഹി ഒന്നടങ്കം ഇവിടേക്ക് ആവേശപൂർവ്വം എത്തുകയാണ്. ഒപ്പം തന്നെ ശോഭനയുടെ ഡാൻസ് ഉണ്ട്, ജയറാമിൻ്റെ പഞ്ചാരി മേളമുണ്ട്. സ്വാഭാവികമായും ജയറാം പഞ്ചാരി കൊട്ടിക്കയറുമ്പോൾ ഇവിടെ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായും കലയുടെ ആ ഒരു ഉല്ലാസം അതിൻ്റെ പീക്കിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസ് നടക്കുന്നു. അതേപോലെ തന്നെ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡ് നടക്കുന്നു, ആൽമരം ബാൻഡ് നടക്കുന്നു. അങ്ങനെ വിവിധ പരിപാടികൾ എല്ലാ വിഭാഗം ആൾക്കാരെയും, ആബാലവൃദ്ധ ജനങ്ങളെയും ഒരേപോലെ അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. കുട്ടികൾക്ക് വേണ്ടിയുള്ള കലാപരിപാടികൾ പ്രത്യേകമായി നടക്കുന്നു. മുതിർന്നവർക്ക് വേണ്ടി അവർക്ക് കഥകളി അടക്കം പരിചയപ്പെടുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ആബാലവൃദ്ധ ജനങ്ങൾക്കും ഒരേപോലെ ഉല്ലസിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. രാജീവ് അഞ്ചൽ നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത് വളരെ പ്രശസ്തിയിലെത്തിയ സംവിധായകൻ രാജീവ് അഞ്ചലാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു മികവ് ഇവിടെ കൃത്യമായി കാണാൻ കഴിയുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ എന്നുള്ളത് ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. മലയാളത്തിൻ്റെ മഹാനടനെ കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം അവശേഷിക്കുന്നു. അമൽ. യെസ്, ഡൽഹിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 അരങ്ങുണരുകയാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിൽ നിന്നും S. നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്.